ഏറ്റവും ഈസി ആയിട്ട് പനീർ ബട്ടർ മസാല പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനീർ കറി എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യമായിട്ട് വേണ്ടുന്നത് 2 സവോള, 2 തക്കാളി, 2 ചെറിയ പച്ചമുളക്, പിന്നെ പനീർ. നമുക്ക് സവാള നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ചിട്ടിട്ടാണ് നമ്മളിത് വഴറ്റിയെടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും നമുക്കിതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നന്നായിട്ട് വഴണ്ട് വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഫ്ലെയിം കുറച്ചിടാൻ മറക്കരുത്. ചെറിയ റെഡിഷ് കളറായിട്ടുണ്ട്. ഒന്ന് വഴണ്ട് വന്നതേ ഉള്ളൂ. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് അതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കിതും തക്കാളി ഒന്ന് വഴണ്ട് വരുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ തക്കാളിയും സവോളയും നല്ല രീതിക്ക് വഴണ്ട് വന്നിട്ടുണ്ട്. ശേഷം അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ, ഇതിപ്പോൾ ഞാൻ വീട്ടിൽ പൊടിച്ച മസാലയാണ്, പച്ചമുളക്, ഇത് എല്ലാം കൂടി ഇട്ട് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടിയുടെ മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യാം. തക്കാളിയും സവാളയും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. പൊടിയുടെ മണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സമയത്ത് കുറച്ച് വെള്ളം ചേർക്കാം. ഒരു 1/2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഈ വെള്ളം ഒന്ന് തിളയ്ക്കുന്ന വരെ നമുക്കൊന്ന് അല്പം ഫ്ലെയിം കൂട്ടിയിടുന്നതിൽ കുഴപ്പമില്ല. ഈ സമയത്ത് നമുക്കൊന്ന് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് കളർ കുറച്ച് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് അല്പം മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ശേഷം അതല്പനേരം നമ്മൾ പുറത്ത് വെച്ച് അതൊന്ന് ചൂടൊക്കെ മാറിക്കഴിയുമ്പം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ട് ഒരു പേസ്റ്റ് പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഈ സമയത്ത് അല്പം വെള്ളം ചേർക്കാവുന്നതാണ്. അത് അരഞ്ഞ് വരുന്നതിനുള്ള വെള്ളം നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ശേഷം ഗ്യാസ് വീണ്ടും ഓണാക്കി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ആ ജാറ് കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അല്പം വെള്ളം. ഈ അരപ്പൊന്ന് തിളച്ച് വരുമ്പോൾ, നമ്മൾ ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പനീർ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായി തിളയ്ക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ സമയത്ത് ഉപ്പൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്.
ഞാൻ കളറ് അല്പം കൂടി കുറവാണെന്ന് കണ്ടതുകൊണ്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. അതിന് എരിവില്ല, നിറം മാത്രമാണുള്ളത്. ഇനി നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പനീർ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന നമ്മുടെ പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്കിത് ഏറ്റവും ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടുള്ളത് ചപ്പാത്തിയാണ്. നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.